ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. വളരെ നിരാശാജനകമായ ഒരു ദിവസമായിരുന്നു. രണ്ടാം ഏകദിനത്തിൽ ശ്രീലങ്കയോട് ഇന്ത്യ അടിയറവ് പറഞ്ഞു എന്ന് തന്നെ പറയാം. വാന്തർസയുടെ കൊടുങ്കാറ്റിന് മുന്നിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ കാലിടറി. വളരെ ദയനീയമായൊരു പരാജയമായിരുന്നു ഇന്ത്യയുടേത്. തുടക്കത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അവർക്ക് ആദ്യം തന്നെ ഒരു വിക്കറ്റ് നഷ്ടമായെങ്കിലും ആദ്യ പന്തിൽ തന്നെ അവരുടെ വിക്കറ്റ് നഷ്ടമായെങ്കിലും പിന്നീട് അവർ മത്സരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അവരുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സിറാജിൻ്റെ ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയായിരുന്നു. അതിനുശേഷം ഫെർണാണ്ടോയും മെന്തിസും കൂടി ചേർന്ന് മികച്ച ഒരു പാർട്ണർഷിപ്പ് ശ്രീലങ്കയ്ക്ക് വേണ്ടി പടുത്തുയർത്തി. 74 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് അവർ പടുത്തുയർത്തിയത്. വാഷിങ്ടൺ സുന്ദറാണ് രണ്ടുപേരെയും പുറത്താക്കിയത്. 62 പന്തിൽ 40 റൺസും 42 പന്തിൽ 30 റൺസും നേടി. സമരവിക്രമ 31 പന്തിൽ 14 റൺസാണ് നേടിയത്. അസലങ്കയാകട്ടെ 42 പന്തിൽ നിന്ന് വെറും 25 റൺസ് മാത്രമാണ് നേടിയത്. ലിയാങ്കെ 12ഉം വെല്ലങ്കെ 39ഉം കെ മെന്ദസ് 44 പന്തിൽ 40 റൺസ് നേടി. ധനഞ്ജയ് ആകട്ടെ 15 റൺസാണ് നേടിയത്. അങ്ങനെ നിശ്ചിത 50 ഓവറുകളിൽ 240 റൺസിന് 9 വിക്കറ്റ് ശ്രീലങ്കയ്ക്ക് നഷ്ടപ്പെട്ടു. ഇന്ത്യൻ ബൗളിംഗ് പറയുകയാണെങ്കിൽ സിറാജ് ഒരു വിക്കറ്റ് നേടി. ഹർഷീപ് സിംഗിന് വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല നല്ല രീതിയിൽ റൺസും കൊടുത്തു. അക്സർ പട്ടേലും ഒരു വിക്കറ്റാണ് സ്വന്തമാക്കിയത്. 9 ഓവറിൽ 38 റൺസാണ് ഹർഷീപ് കൊടുത്തത്. ദുബെ 2 ഓവറാണ് എറിഞ്ഞത്, 10 റൺസ് കൊടുത്തു. വാഷിങ്ടൺ സുന്ദറും കുൽദീപ് യാദവും 10 ഓവർ വീതം എറിഞ്ഞു. 3 വിക്കറ്റ് വാഷിങ്ടൺ സ്വന്തമാക്കിയപ്പോൾ കുൽദീപ് യാദവ് 2 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. രോഹിത് ശർമ്മയും ഇന്ന് ബൗൾ ചെയ്തിരുന്നു. 2 ഓവറുകൾ എറിഞ്ഞു 11 റൺസ് വഴങ്ങി. ശ്രീലങ്കയുടെ ബാറ്റ്സ്മാൻമാരിൽ ഒരു പ്രത്യേകത ഇന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ മിഡിൽ ഓർഡേഴ്സ് വളരെ ശക്തമായിരുന്നു. മിഡിൽ ഓർഡർ എന്നല്ല, ലോവർ ഓർഡർ ബാറ്റ്സ്മാൻമാർ വളരെ ശക്തമായിരുന്നു. എന്നാൽ മുമ്പ് ശ്രീലങ്കയ്ക്ക് എന്താണോ സംഭവിച്ചത് ആ രീതിയിലായിരുന്നു ഇന്ത്യയുടെ ഇന്നത്തെ കളി. അങ്ങനെ 241 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ നല്ലൊരു പാർട്ണർഷിപ്പാണ് രോഹിത് ശർമ്മയും ഗില്ലും കൂടി ചേർന്ന് നൽകിയത്. എന്നാൽ പിന്നെ അങ്ങോട്ട് കാണാൻ സാധിച്ചത് ശ്രീലങ്കയുടെ ഒരു ആധിപത്യം തന്നെയായിരുന്നു. അക്സർ പട്ടേലിന് മാത്രമാണ് കുറച്ചെങ്കിലും പിന്നീട് ശ്രീലങ്കൻ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. വന്തർസെ ഇറങ്ങി ഒരു എന്താ പറയുക ഒരു വിക്കറ്റിൻ്റെ ഒരു പെരുമഴയായിരുന്നു അങ്ങോട്ട്. ഒരു കൊടുങ്കാറ്റ് വീശുന്നത് പോലെയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് ടീമിൻ്റെ ഓരോരുത്തരായി കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത്. KL രാഹുലും അതുപോലെ ദുബൈയും ഡക്ക് ഔട്ട് ആവുകയായിരുന്നു. രോഹിത് ശർമ്മ 44 പന്തിൽ 64 റൺസും ശുഭൻ ഗിൽ 44 പന്തിൽ 35 റൺസുമാണ് നേടിയത്. വിരാട് കോഹ്ലി 19 പന്തുകളിൽ നിന്ന് 14 റൺസ് എടുത്ത് LPW ആവുകയായിരുന്നു. ദുബൈ ഡക്ക് ഔട്ടായിരുന്നു. അക്സർ പട്ടേൽ 44 റൺസാണ് നേടിയത്. ശ്രേയസ് അയ്യർ 7ഉം KL രാഹുൽ 0 തന്നെയാണ് നേടിയത്. വാഷിങ്ടൺ സുന്ദർ 15 റൺസ് നേടി. 40 പന്തിൽ നിന്നാണ് 15 റൺസ് നേടിയത്. കുൽദീപ് യാദവ് 27 പന്തിൽ നിന്ന് 7 റൺസും മുഹമ്മദ് സിറാജ് 18 പന്തിൽ നിന്ന് 4 റൺസുമാണ് നേടിയത്. ഹർഷീപ് സിംഗാണ് അവസാനം ഔട്ടായത്, റണ്ണൗട്ടായിരുന്നു. 4 പന്തുകളിൽ നിന്ന് 3 റൺസാണ് ഹർഷീപ് നേടിയത്. അവരുടെ ബൗളിംഗ് പറയുകയാണെങ്കിൽ ആർക്കും തന്നെ വിക്കറ്റ് കിട്ടിയില്ല. എന്നാൽ ഒരു 2 പേര് മാത്രമാണ് വിക്കറ്റ് എടുത്തത്. അതാണ് ഈ ശ്രീലങ്കയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. കാരണം ആർക്കും വലിയ താളം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഇന്ത്യക്ക് നല്ല സ്കോറും ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും വിജയിക്കാൻ സാധിച്ചില്ല. വാന്തർസെയും അസലങ്കയുമാണ് വിക്കറ്റുകൾ നേടിയത്. വാന്തർസെ 10 ഓവറിൽ 33 റൺസ് മാത്രം നൽകിക്കൊണ്ട് 6 വിക്കറ്റുകളാണ് നേടിയത്. അസലങ്കയാകട്ടെ 6.2 ഓവറിൽ 3 വിക്കറ്റുകൾ നേടിയിരുന്നു. 20 റൺസാണ് കൊടുത്തത്. അങ്ങനെ ശ്രീലങ്ക 32 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരം ടൈ ആയിരുന്നു. രണ്ടാമത്തെ മത്സരം ശ്രീലങ്ക വിജയിച്ചു. അങ്ങനെ 1-0 എന്ന നിലയിൽ ലീഡിലാണ് ശ്രീലങ്ക ഇപ്പോൾ ഉള്ളത്. അടുത്ത മത്സരം കൂടി വിജയിക്കാനായാൽ ശ്രീലങ്കയ്ക്ക് ഈ പരമ്പര സ്വന്തമാക്കാം. എന്നാൽ അടുത്ത മത്സരം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ 1-1 എന്ന രീതിയിൽ സമനിലയിലാകും പരമ്പര. അതുകൊണ്ട് തന്നെ ഇന്ത്യ പരമ്പര നേടാൻ മാക്സിമം ശ്രമിക്കും എന്ന് തന്നെ കരുതാം. കുറച്ചുകൂടെ ശക്തമായ ഒരു മിഡിൽ ഓർഡർ ടീമോടെ ഇന്ത്യ ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.